വിദ്യാഭ്യാസ പുരോഗതിയും സാമുദായിക സന്തുലനാവസ്ഥകളും നിലനിൽക്കുന്ന കേരളം തീവ്രവാദ ആക്രമണത്തിന്റെ നിഴലിലാണെന്ന് കഴിഞ്ഞ നാളുകളിൽ പിടിക്കപ്പെട്ട ഭീകരന്മാരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും പലപ്പോഴും അവഗണിച്ചു കളയുന്ന അത്തരം മുന്നറിയിപ്പുകളെ ഉറപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത തീവ്രവാദികളുടെ വെളിപ്പെടുത്തലുകൾ. കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ പിടിയിലായ IS ഭീകരൻ ഷാനവാസ് എന്ന ഷാഫി ഉസ്മാനും കൂട്ടരും ചെറുസംഘങ്ങളായി IS മൊഡ്യൂളുകൾ ഉണ്ടാക്കി ദക്ഷിണേന്ത്യയിലെ പല സ്ഥലങ്ങളിലും സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ട് കേരളത്തിൽ എത്തിയിരുന്നുവെന്ന് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ പിടിയിലായ മൂവർ സംഘത്തിലൊരാളായ ഷാമിൽ സാദിഖ് നാജന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും തീവ്രവാദ ഗൂഢാലോചന തെളിയിക്കുന്ന രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. വിദേശ ഭീകരന്മാരുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഗവൺമെന്റിനെതിരെ കലാപം നടത്തി അനൈക്യവും കലഹവും സമൂഹത്തിൽ സൃഷ്ടിച്ച് ഇന്ത്യയിൽ IS ഭീകരവാദം പടർത്താനായിരുന്നു ഇവർ ലക്ഷ്യമിട്ടത്. ഇവർ കേരളത്തിലുൾപ്പെടെ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്ത് അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് പതാക സ്ഥാപിച്ച് എടുത്ത ചിത്രങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. കാലങ്ങൾ നീണ്ട ആസൂത്രണത്താൽ ചില രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ പോലീസിലും സർക്കാരിലും രാഷ്ട്രീയ പാർട്ടികളിലും തീവ്രവാദികൾ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്ന വിവരങ്ങൾ അച്ചട്ടാക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരഗ്നിപർവ്വത സമാനമാണ് കേരളമെന്ന സത്യം വീണ്ടും വീണ്ടും ഉറപ്പിക്കപ്പെടുകയാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളിലൂടെ.